എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റ് മോർണിംഗ് തൊട്ടേ അപ്പിലായിരുന്നു. അപ്പിൽ ഓപ്പണായി അപ്പിലോട്ട് തന്നെ പോകുമായിരുന്നു. നിഫ്റ്റിയുടെ ഈ ചാർട്ട് നോക്കിയാൽ അറിയാം. വൺ സൈഡ് ഏകദേശം എവിടെയാണ്, ഒരു 1.5 വരയ്ക്ക് അടുത്ത് വരെയും നല്ല മൂവ്മെൻറ്റ് തന്നെ, വൺ സൈഡ് മൂവ്മെൻറ്റ് ആയിരുന്നു. അതിന് ശേഷമാണ് കുറച്ചുകൂടെ ഒരു സെല്ലിങ് വന്നത്. എന്നിട്ട് ആ റേഞ്ച് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഇതിൻ്റെ മൂവ്മെൻറ്റ് കണ്ടിട്ട് നാളെ ഈ ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ ചിലപ്പോൾ നല്ലൊരു ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അതായത് ഈ 2 മണിക്കൂറോളം ഏകദേശം ഇത് പിടിച്ചിരുന്നു ഇവിടെ. പക്ഷേങ്കിൽ അത് പുതിയ ഹൈ അടിച്ചിട്ടില്ല, നമ്മളത് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഹൈയുടെ മുകളിൽ പോയി ഈ നാളത്തെ R1 ഒരു മിനിറ്റ് നോക്കട്ടെ. ഇതുണ്ടല്ലേ 22,725. ഇന്നത്തെ ഹൈ 22,697. ഇത് സ്പോട്ടാണ്, ഫ്യൂച്ചറല്ല ഈ പറയുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്പോട്ടിൽ ഇത് ഈ ഹൈയോ R1 വന്നിട്ട് ഇറങ്ങി വരാൻ നല്ല ചാൻസാണ്. അപ്പോൾ അത് ഓപ്പണിങ്ങിലൊരു ഹൈ ഓപ്പണിംഗ് ആണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ നിന്നൊരു സെല്ലിങ് വരാൻ ഒരു 90% മുകളിലും ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയും നമ്മൾ നോക്കിയാൽ അറിയാം. കണ്ടിന്യൂസ് 1, 2, 3 കണ്ടിന്യൂസ് അപ്പായിരുന്നു. ഇന്നാണ് ഇച്ചിരി ഒരു 1:30 സമയത്ത് അതിനകത്ത് ഒരു സെല്ലിങ് വന്നിട്ട് പിന്നെ ആ ഒരു ഹൈ അടിക്കാതെ ആ റേഞ്ചിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുമായിരുന്നു. നാളെ ഈ ബാങ്ക് നിഫ്റ്റി ചിലപ്പോൾ ബാങ്ക് നിഫ്റ്റി വന്നിട്ട് ഹൈ അടിച്ച് ഹൈയോ R1 റേഞ്ചിൽ നിന്നോ ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് തരാൻ സാധ്യത കൂടുതലാണ്. നോക്കിക്കണം അതിൻ്റെയും ബാങ്ക് നിഫ്റ്റി. ഇതെല്ലാം സ്പോട്ടാണ്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി എപ്പോഴും ഞാൻ പറയുന്നത് സ്പോട്ടിലെ റേറ്റ് വെച്ചായിരിക്കും പറയുന്നത്, ഫ്യൂച്ചറല്ല. അപ്പോൾ സ്പോട്ടിലെ വെച്ച് ഫ്യൂച്ചറിൽ നോക്കിയാൽ മതി. 48,717 ഇന്നത്തെ ഹൈ. അതിനടുത്ത് തന്നെയാണ് R1. അപ്പോൾ ഈ 2 ലെവലും അടിച്ചിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ നല്ല രീതിയിൽ ഇറങ്ങാനൊരു ചാൻസ് ഉണ്ട്. കണ്ടിന്യൂസ് ഇറങ്ങുമെന്നല്ല, നാളത്തെ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നാളെ നമ്മൾ ഇൻട്രാഡേ ഷോർട്ട് സെല്ലിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഷെയറുകളാണിത്. 15 ഷെയർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ചാൻസ് കിട്ടുമെന്ന് തോന്നുന്ന 1-2 ഷെയർ ഞാൻ പറഞ്ഞുതരാം. ഈ അസാൽ എന്ന് പറയുന്ന ഷെയർ ഈ ആവറേജ് ട്രേഡ് പ്രൈസിന് മുകളിൽ പോയി ട്രേഡായിട്ട് തിരിച്ചിറങ്ങി ഈ മുകളിൽ ഓപ്പണിങ് കിട്ടിയാൽ, ഓപ്പണിങ് ചിലപ്പോൾ 779, 80, 90 ഒക്കെ വരാം. വന്ന് ഈ റേഞ്ചിൽ പെട്ടെന്ന് ഇറങ്ങുവാണെങ്കിൽ ചിലപ്പോൾ കണ്ടിന്യൂസ് ഒരു ഇറക്കമായിരിക്കും ഈ ഷെയറിനകത്ത്. അപ്പം അത് ശ്രദ്ധിക്കണം. അതുപോലെ ഗോദ്രേജ് പ്രോപ്പർട്ടീസും ആവറേജ് ചിലപ്പോൾ 2,650 റേഞ്ചിലോട്ടൊക്കെ വന്നിട്ട് ഈ മുകളിൽ പോയതിന് ശേഷം തിരിച്ചിറങ്ങി ഈ ലെവൽ കട്ട് ചെയ്യുമ്പോഴേ എൻട്രി എടുക്കുക. അതല്ലാതെ ഇത് മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പം ഇതിപ്പം 2,600 ഓപ്പണായി 2,610, 15, 20, 26 എന്ന് വരുമ്പോൾ അങ്ങനെ പോയി സെല്ല് ചെയ്യരുത്. മുകളിൽ കയറിയിട്ട് ഇറങ്ങുന്ന ടൈമിൽ മാത്രമേ നമ്മൾ സെല്ല് ചെയ്യാവൂ. അതുപോലെ ഈ 2 ഷെയർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ആവറേജ് ശ്രദ്ധിക്കുക. അതിനുശേഷം ഈ ആസ്റ്റർ DM എന്ന് പറയുന്ന ഷെയർ കറക്റ്റ് റൗണ്ട് ഫിഗർ 500 അടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ R1 496 R1. അപ്പം ഈ ഹൈയിൽ ഈ R1 ഹൈയുടെ താഴെ വരുവാണെന്ന് പറഞ്ഞാൽ അത് ഹൈ ലെവലിൽ നിന്ന് കുറച്ചിറങ്ങി അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് നിന്നെന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ ആ ഒരു ഗ്രാഫ് കാണുമെന്ന് നമുക്കറിയാം. ഞാൻ നോക്കട്ടെ. ആസ്റ്റർ DM ഇതുണ്ടല്ലേ, ഓപ്പണിങ്ങിൽ ഒരു ഹൈ അടിച്ചതിന് ശേഷം ഈ ഒരു ലെവലിൽ വന്നിട്ട് അങ്ങ് കണ്ടിന്യൂസ് നിപ്പായിരുന്നു. നോക്കട്ടെ, 490 റേഞ്ചൊക്കെ. അപ്പോൾ ചിലപ്പോൾ നാളെ ഇത് 500 വരാൻ ചാൻസ് കുറവായിരിക്കും. പിന്നെ മാർക്കറ്റ് നല്ല ഹൈ ഓപ്പണിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആസ്റ്റർ DM ചിലപ്പോൾ 500-ന് മുകളിൽ ഒരു പ്രാവശ്യം ട്രേഡ് ആയേക്കാം. എന്തായാലും 500-ന് മുകളിൽ പോയാൽ 500-ന് താഴെ ഇറങ്ങുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. അതുപോലെ ചിലപ്പോൾ 500 വരത്തില്ലായിരിക്കാം. ജസ്റ്റ് ഈ ആവറേജ് ഇതുണ്ടല്ലോ 84, ഒരു 4 രൂപയുടെ വ്യത്യാസത്തിലാണ് ഈ ഇന്നത്തെ ആവറേജ്. ഈ ആവറേജിന് മുകളിൽ വന്നിട്ട് ഇറങ്ങാനും ചാൻസ് കൂടുതലാണ്. ഈ നമ്മൾ ഗ്രാഫിക് കണ്ടല്ലോ,
ഇത് കണ്ടില്ലേ, ഒരു ഹൈ അടിച്ചതിന് ശേഷം അതൊരു റെസിസ്റ്റൻസ് പോലെ എടുത്തേക്കുന്ന 490 ലെവൽ. അപ്പോൾ ആ റേഞ്ചിലൊക്കെ വന്നിട്ട് അത് ഇറങ്ങിപ്പോയെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. പക്ഷെങ്കിൽ നമുക്ക് ഒരു നല്ല കോൺഫിഡൻസോടുകൂടി ചാൻസ് എടുക്കാൻ പറ്റുന്ന ഈ R1 എന്ന് പറയുന്നത് 496, അതല്ലെങ്കിൽ ഈ 500 പോയിട്ട് താഴോട്ട് ഇറങ്ങുമ്പോഴായിരിക്കും. ഈ 490 റേഞ്ചിൽ പോയിട്ട് ഈ റേഞ്ച് ഇറങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ അനുസരിച്ച് ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് ഒത്തിരി വെയിറ്റ് ചെയ്യരുത്. ചിലപ്പം 10-15 രൂപ ഓപ്പണിങ് തന്നെ കിട്ടും. പക്ഷെങ്കിൽ നമ്മുടെ ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ, ആ കപ്പാസിറ്റിക്ക് വെച്ചിട്ട് വേണം നമ്മൾ അന്നേരം എൻട്രി ചെയ്യാൻ. ഈ 500 പോയിട്ട് ഈ 496 താഴോട്ട് പോയെങ്കിൽ 500 താഴെ എൻട്രി എടുക്കാം. 496 താഴെ പോയെങ്കിൽ ചിലപ്പോൾ വൺ സൈഡ് താഴോട്ട് 10, 20, 25 രൂപയൊക്കെ താഴെ പോകാം. അതുപോലെ വണ്ടർല എന്ന് പറയുന്ന ഷെയർ ശ്രദ്ധിക്കുക. വണ്ടർല ഹൈ 1105.90, അതിൻ്റെ R1 1113.27, ഓപ്പണിങ്ങിലൊക്കെ ഒരു 1120 റേഞ്ചിലോട്ടൊക്കെ പോയിട്ട് ഇതിന് മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുന്നണ്ട നല്ലൊരു ചാൻസ് ആയിരിക്കും ഇതിനകത്ത്. അതുപോലെ ഈ ലെവലും കട്ട് ചെയ്ത് താഴെ പോയെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റും. ഒത്തിരി ഹൈ ആണെങ്കിൽ ഇപ്പോൾ ഒരു 1125-30 ആണെങ്കിൽ അതിൻ്റെ അനുസരിച്ച് ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്യുക അതിനകത്ത്. അതിനുശേഷം ഈ NR ബിയറിങ്ങും ഹൈയും R1 ഏകദേശം 3 രൂപയുടെ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് ഷെയറിനകത്തും അതുപോലെ സെയിം നമ്മൾ 326-7 ആ റേഞ്ചിലോട്ടൊക്കെ പോയിട്ട്, അല്ലെങ്കിൽ 330 പോയിട്ട് 323-320 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വൺ സൈഡ് താഴോട്ടിറങ്ങാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ ബാക്കിയുള്ള ഷെയറിനകത്ത് ഇതിനകത്തെല്ലാം നമ്മൾ നോർമൽ ട്രേഡ് ചെയ്യുന്ന രീതി, പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിലോ R1, R2, R3 ഏത് ലെവലിൽ നിന്നാണോ താഴോട്ട് ഫസ്റ്റ് ചാൻസ് വരുന്നത് അവിടെ എൻട്രി ചെയ്യുക, നോർമൽ നമ്മൾ ചെയ്യുന്ന രീതി. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഷെയറുകൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ആ ലെവലുകൾ വരുമ്പോൾ നമ്മൾ ചാൻസ് എടുക്കുക. നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുള്ള ഷെയറുകളാണ് ഞാൻ ഈ പേരെടുത്ത് പറഞ്ഞത്. ബാക്കിയുള്ള ഷെയറിനകത്തെല്ലാം നമ്മൾ നോർമൽ ഷോർട്ട് സെൽ ചെയ്യുന്ന രീതിയിൽ തന്നെ ചാൻസ് കിട്ടുമ്പോൾ ചാൻസ് എടുക്കുക. പിന്നെ ഇന്നലെ നമ്മൾ എടുത്തിരുന്ന ഷെയറുകൾ ഇത്രയും ഷെയറുകളാണ്. ഇതിൽ നമ്മൾ 13 ഷെയറാണ് എടുത്തിരുന്നത്. അതിൽ 8 ഷെയറിനകത്ത് നല്ല ചാൻസ് ഉണ്ടായിരുന്നു. SK മെക് പ്രോഡക്റ്റ്, പിന്നെ ഇന്ദ്ര മെഡിക്കോ എന്ന് പറയുന്ന ഷെയർ, അസാലെ, GK വയറെ, ക്യാമലിൻ ഫൈനെ, പിന്നെ ആവാസ് ഫൈനാൻഷ്യൽസ് എന്ന് പറയുന്നത്, യൂണിക്കം ലാബ്, ഗുജറാത്ത് ആൽക്കലി. അപ്പം ഇത്രയും ഷെയറാണ് നല്ല ചാൻസുകൾ തന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് ഷെയർ ഞാനൊന്ന് കാണിക്കാം. ഈ ആവറേജിന് താഴെ പോയപ്പോൾ ചാൻസ് എടുത്തിരുന്നെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഷെയറിനകത്തും നമുക്ക് ചാൻസ് ഉണ്ടായിരുന്നു. ഹൈ അടിക്കാതെ ഈ ആവറേജിന് താഴോട്ട് ഇറങ്ങിപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. നമ്മൾ നോർമൽ ചെയ്യുന്ന രീതി ശ്രദ്ധിക്കുന്നുണ്ട്. അതിനകത്ത് തന്നെ നമുക്ക് കിട്ടുന്നത് നമ്മൾ പിന്നെ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. 8 ഷെയറിനകത്ത് നല്ല ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഷെയറിനകത്ത് ചാൻസ് ഞാൻ SK കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞ ഷെയർ SK മെക് പ്രോഡക്റ്റ്. അത് കറക്റ്റ് അതുപോലെ കണ്ടില്ലേ, പ്രീവിയസ് ഡേ ഹൈ അടിച്ചു ഇറങ്ങി. ഞാൻ അന്നേരം പറഞ്ഞത് 300 താഴെ പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഹൈ R1 പോയില്ല, ഹൈയുടെ താഴോട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ എൻട്രി എടുത്തിരുന്നെങ്കിൽ 314 എൻട്രി എടുത്തിരുന്നെങ്കിൽ എവിടം വരെ വന്നു, 287 വരെ വന്നു. അതായത് 14, 24, 27 രൂപ താഴെ പ്രോഫിറ്റ് വന്നു. അത്രയും ചെറിയ ഷെയറിൽ അത്രയും നല്ലൊരു പ്രോഫിറ്റാണത്. അതിനുശേഷം ഇന്ദ്ര മെഡിക്കോ എന്ന് പറയുന്ന ഷെയർ, ഇത് ഓപ്പണിങ്ങിൽ ഇത് ഈ പ്രീവിയസ് ഡേ ഹൈ അടിച്ച ഇല്ല, ആ ഹൈ അടിച്ചിട്ടില്ല. അവിടുന്ന് താഴെ ഇറങ്ങി, ഹൈയുടെ അടുത്തുനിന്ന് ഇറങ്ങി. പക്ഷേ രണ്ടാമത് ഇവിടെ എൻട്രി എടുത്തായിരുന്നെങ്കിൽ രണ്ടാമതൊന്ന് ഹൈ അടിച്ചിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് നമ്മളിവിടെ എൻട്രി എടുക്കും. പക്ഷേ അത് അധികം പ്രോഫിറ്റ് തരുന്നില്ല. എന്നാലും 248 റേഞ്ചായിരുന്നു നമുക്ക് 43.5 രൂപ വീണ്ടും ഏകദേശം ആവറേജ് വന്നിട്ട് തിരിച്ചിറങ്ങുന്നുണ്ട്. അതിനകത്ത് വലിയ മൂവ്മെൻറ്റ് വന്നിട്ടില്ല. ഇനി
അസാൽ എന്ന് പറയുന്ന ഷെയർ, അസാൽ ഓപ്പണിങ് നല്ല മൂവ്മെൻ്റ് ആയിരുന്നു, അപ്പ് മൂവ്മെൻ്റ് ആയിരുന്നു. തൻ്റെ ഇവിടെ ഒരു ചെറിയ ചാൻസ്, ഇവിടെ ഏതാണ്ട് 754 ഒരു ചാൻസ് വന്നിട്ട് 747.80, അതായത് 5-6 രൂപ പ്രോഫിറ്റ് വന്നിട്ട് പക്ഷെ പെട്ടെന്ന് തിരിച്ച് കയറി ഹൈ അടിച്ചു. അഥവാ ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാത്ത ചെറിയ പ്രോഫിറ്റ് നമ്മൾ നോർമൽ ബുക്ക് ചെയ്യാൻ ചാൻസ് ഇല്ല. 700 രൂപയുടെ ഒരു ഷെയറിനകത്ത് നമ്മൾ 4-5 രൂപയ്ക്ക് കട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിക്കുക, നമ്മളെന്തോ ചെയ്യണം, നമ്മൾ വെയിറ്റ് ചെയ്യുക. ഞാനിപ്പോഴും പറയുന്നില്ല, ഒന്നുകിൽ തിരിച്ച് ഇത് ഈ റേഞ്ച് താഴെ പോകണം, അതല്ലെങ്കിൽ അടുത്ത ലെവലിൽ പോകണം. അടുത്ത ലെവലിൽ പോയി ഇത് കണ്ടില്ലേ, ഇവിടുന്ന് ജസ്റ്റ് ഒരു ഫ്ലാഷ് കട്ടിങ് ഉണ്ട്, പിന്നെ തിരിച്ച് അതേ സമയത്ത് പെട്ടെന്ന് കയറി. അപ്പോൾ നമ്മളിവിടെ എൻട്രി എടുക്കരുത്, പെട്ടെന്ന് ഹെവി മൂവ്മെൻ്റ് ആണ്. നമ്മൾ തിരിച്ച് നല്ല ഹൈയിൽ പോയിട്ട് തിരിച്ച് ഈ ലെവൽ വീണ്ടും കട്ട് ചെയ്യുമ്പോൾ 792 കട്ട് ചെയ്യുമ്പോൾ എൻട്രി എടുക്കണം. 792 കട്ട് ചെയ്ത് എൻട്രി എടുത്താൽ 769, 747 വരെ വന്നു. 792 എന്ന് ഏകദേശം 45 രൂപ 46 രൂപയ്ക്ക് എടുത്ത് നല്ലൊരു പ്രോഫിറ്റ് വന്നു. പക്ഷേ ഇതിനകത്ത് ഈ ഹെവി മൂവ്മെൻറ്റ് നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഒരു പെട്ടെന്ന് ജമ്പിങ് വന്ന് കയറുന്ന ഷെയറിന് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യുക. ചാൻസ് ഫ്ലാഷ് അടിച്ച പോലെ ലെവൽ അടിച്ചിട്ട് വരുമ്പോൾ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അതിനകത്ത് ചാൻസ് ഹെവി മൂവ്മെൻ്റ് ആണെങ്കിൽ പതുക്കെ പോയി ഇങ്ങനെ ഇറങ്ങി പോയി അടിച്ചിട്ട് വരികയാണെങ്കിൽ കുഴപ്പമില്ല. ഇതിനകത്ത് ഹെവി മൂവ്മെൻ്റ് ആയിരുന്നെന്ന് തോന്നുന്നു. ഓപ്പണിംഗ് തൊട്ടേ നല്ല മൂവ്മെൻറ്റ്. ഞാനിന്ന് മാർക്കറ്റ് ഇല്ലാഞ്ഞുകൊണ്ട് എനിക്കധികം ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. ഇത് കാണുമ്പോൾ ഹെവി മൂവ്മെൻറ്റാണ്. നമുക്കതിപ്പോൾ ചാൻസ് കിട്ടുന്നത് ഒന്നിവിടെയും രണ്ടാമത്തെ ഇവിടെയും. ആദ്യത്തിനകത്ത് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഒരു 5 രൂപ പോയെങ്കിൽ ഇവിടെ നമുക്ക് 45 രൂപയ്ക്ക് അടുത്ത് ഒരു ഷെയർ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം GK വയർ എന്ന് പറയുന്ന ഷെയർ, GK വയർ ഇത് വന്ന് പ്രീവിയസ് ഡേ അതും ജസ്റ്റ് ഫ്ലാഷ് അടിക്കുന്ന പോലെ അടിക്കുക. വോളിയം കുറവാണ്, അതുകൊണ്ടാണ്. ഇവിടെ എൻട്രി എടുത്താൽ 119 കഴിഞ്ഞിട്ട് നമുക്കൊരു 115 രൂപ. അതിന് ശേഷം വീണ്ടും തിരിച്ചു പോയി ഹൈ അടിക്കും. ഹൈ അടിച്ചിട്ട് ഈ R1 പോയിട്ട് തിരിച്ചിറങ്ങുന്നത്. പക്ഷേ ഇവിടെയൊക്കെ എൻട്രി നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. നോർമൽ സാധാരണ ഇത് പഠിച്ചു വരുന്നെങ്കിൽ അതിന് ചെയ്യാൻ പറ്റില്ല. ഇവിടെ എൻട്രി എടുക്കുന്നവർക്ക് വലിയ കുഴപ്പമില്ലാത്ത ഒരു പ്രോഫിറ്റ് 6-7 രൂപ പ്രോഫിറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. അതിനുശേഷം ക്യാമൽ ഇൻഫൈൻ, അത് ആ വോളിയം ഇല്ലാത്തതിൻ്റെ കുഴപ്പം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അത് വോളിയമുള്ള ഷെയറിനാണ് നമുക്ക് അത്ര പ്രോബ്ലം ഇല്ല. ക്യാമൽ ഇൻഫൈനകത്ത് കണ്ടില്ലേ, പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, വോളിയത്തോട് വന്നാണ് അടിക്കുന്നത്. വോളിയത്തോട് അടിച്ചിട്ട് ഇറങ്ങി ഇവിടെ 110 എൻട്രി എടുത്തെങ്കിൽ നമുക്ക് 105 റേഞ്ചേ വരുന്നുള്ളൂ. അപ്പോൾ ഒരു 5 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അതും തരുന്നുള്ളൂ. പക്ഷേ ചെറിയ ഷെയർ 110-105 എന്ന് പറയുമ്പോൾ ഏകദേശം 4% കിട്ടുന്നുണ്ട്. അതിനുശേഷം ആവാസ് എന്ന് പറയുന്ന ഷെയർ നല്ല മൂവ്മെൻ്റ് ആയിരുന്നു തോന്നുന്നതിൽ. ആവാസ് ഓപ്പണിങ് നല്ല ഹെവി മൂവ്മെൻറ്റ്, പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, നേരെ പോയി R1 അടിച്ചു, തിരിച്ചിറങ്ങി. നമ്മളിവിടെ എൻട്രി എടുക്കുക. 1648 എടുത്താൽ 1614, 30 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് തരുന്നുണ്ട്. തിരിച്ച് വീണ്ടും പോയി ജസ്റ്റ് R1 ടച്ച് ചെയ്ത് തിരിച്ച് വീണ്ടും ഇറങ്ങി. അപ്പോൾ 2 പ്രാവശ്യം ഇതിനകത്ത് 30 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് തരുന്നുണ്ട് ഈ ഷെയറിനകത്ത്. അതിനുശേഷം യൂണിക്കം ലാബ് ഒരു ലെവലിൽ കിടന്ന് ട്രേഡ് ആകും. അത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നാളെ ചിലപ്പോൾ വീണ്ടും അതിനകത്ത് അപ്പ് മൂവ്മെൻറ്റ് വരാൻ ചാൻസ് കൂടുതൽ ഈ ഷെയറിനകത്ത്. ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ അവിടെ ഓപ്പണായി നേരെ പോയി R1 അടിച്ച് ഇറങ്ങി. R1 അവിടെ നമ്മൾ 565 വരെ എൻട്രി കൊടുത്താൽ 550, 15 രൂപ പ്രോഫിറ്റ് തരുന്നുണ്ട്. വീണ്ടും ഇത് ആവറേജിലായിരിക്കാം വന്നിട്ട് തിരിച്ചിറങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഗുജറാത്ത് ആൽക്കലി ഓപ്പണിങ്ങിൽ തന്നെ പ്രീവിയസ് ഡേ ഹൈ 2 പ്രാവശ്യം തട്ടി തിരിച്ചിറങ്ങി. നമ്മൾ ചെറിയൊരു പ്രോഫിറ്റ് 1 രൂപ 2 രൂപയുടെ പ്രോഫിറ്റ് സ്റ്റോപ്പ് ലോസായി വരുന്നുള്ളൂ. അവിടുന്ന് ഒരു 788 റേഞ്ചിലൊക്കെ എടുത്താൽ 771, 17 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് കിട്ടും. പിന്നെ ഇത് ആവറേജ് വന്നിട്ട് തിരിച്ചിറങ്ങുന്നു, വീണ്ടും തിരിച്ചിറങ്ങുന്നു, ആവറേജ് വന്നിട്ട് അങ്ങനത്തെ മൂവ്മെൻറ്റ്. അത് മാർക്കറ്റ് മൂവ്മെൻറ്റ് നമുക്ക് കണ്ടുപിടിച്ച് ട്രേഡ് എടുക്കാൻ പറ്റണം. നല്ല ചാൻസ് ആയിരുന്നു അതൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ട്രേഡിങ്. ഇനി നാളെ എടുക്കാനുള്ള ഷെയർ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ ഷെയറുകളെല്ലാം നല്ല വോളിയത്തിട്ട് ഇടാവുന്ന ഷെയറുകളാണ്. ഒന്ന് ഞാൻ ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, വണ്ടർലാഗ്, പിന്നെ അസാല്, ആസ്റ്റർഡിയം, ഇതൊക്കെ നല്ല ഹെവി വോളിയുള്ള. അപ്പം നമുക്ക് ട്രേഡിങ്ങിന് ഈസിയാണ്, പെട്ടെന്ന് ട്രേഡിങ് എടുത്ത് മാറാൻ പറ്റുന്ന ഒരു ഹെവി ആയിട്ടുള്ളൊരു
5 രൂപ 10 രൂപ അങ്ങനത്തെ ജമ്പിങ് മൂവ്മെൻറ്റ് കിട്ടത്തില്ല. ഹെവി ഇതിനകത്ത് പെട്ടെന്ന് 1 2 3 എന്നുള്ള ആ ഒരു റേഞ്ചിലായിരിക്കും കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നല്ല ചാൻസുകളായിരിക്കും കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പോൾ നോക്കി നമുക്ക് ചാൻസ് വരുമ്പോൾ മാത്രം എൻട്രി എടുക്കുക. ഞാൻ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് അറിയാത്തവർ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ വീഡിയോ കൊടുത്തേക്ക്, അത് നോക്കി കണ്ടു പഠിച്ചതിന് ശേഷം മാത്രം ചാൻസ് എടുക്കുക. അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.